ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. കാരണം സച്ചി അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ അപ്പം അവൻ പറയുകയാണ്, ഞാൻ അവനെ എൻ്റെ ഒരു മകനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അവൻ കാണിച്ച കാട്ടായം കണ്ടില്ലേ, എൻ്റെ മകൻ്റെ കൈ അവൻ തിരിച്ചൊടിച്ചിരിക്കുന്നു. അതിന് മാത്രം എന്ത് തെറ്റാണ് ഇവൻ ചെയ്തത്? മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ആശ്രയവും അതേപോലെ തന്നെ വിശ്വാസമാണ് ഇവൻ. പക്ഷേ ഇവനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു സച്ചി. ഇനി എന്ത് വിശ്വാസത്തിൽ എൻ്റെ മകള് അവൻ്റെ ഒപ്പം കഴിയും? അവൻ അങ്ങനെ കഴിഞ്ഞാലും എൻ്റെ മോൾക്ക് വലിയൊരു ആപത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ മകനോട് ചെയ്ത കാര്യങ്ങൾ മുഴുവനും ഇനി രേവതിയോട് ചെയ്യില്ലെന്ന് ആര് കണ്ടു? ഇത് കേട്ട രവിയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ഏതായാലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അവൻ അങ്ങനെയൊന്നും ചെയ്യൂല. രേവതിയെ ഒത്തിരി ഇഷ്ടമാണ് അവനൊരു പാവമാണ്. പിന്നെ പാവം ഇത്ര നാള് ഞങ്ങൾ അവനെ വിശ്വസിച്ചു. പക്ഷേ ഇനി എന്ത് കാര്യത്തിൽ ഞങ്ങൾ അവനെ വിശ്വസിക്കും? അവൻ്റെ സ്വഭാവം ഓരോ ദിവസം കഴിയും തോറും മാറി വരികയാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എൻ്റെ മകനോട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും ഈ അമ്മ പറയുക. അപ്പോൾ രവിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ്. ശരി, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ രവി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാണ്. രവിയോട് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ശരത്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ശരത്ത് അവിടെ നല്ല പുള്ളിയാകുകയാണ് സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോഴും. അപ്പോൾ രേവതി എന്ന് വേണ്ടായിരുന്നു അമ്മേ, അച്ഛനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു? സച്ചിയേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഇനി അച്ഛനോട് പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ അവിടെ ചെന്ന് പറയും, സച്ചിയേട്ടനോട് ചോദിക്കും. സച്ചിയേട്ടനോട് ചോദിച്ചു കിട്ടുന്നിടത്ത് സച്ചിയേട്ടൻ എൻ്റെ മേലിൽ മെക്കിട്ട് കയറും. ഇതൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് രേവതി വല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധിയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം ഓർഡർ ചെയ്യുക. അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സമയത്താണ് സുധി പൈസ കൊടുക്കാനുള്ള പലിശക്കാരനെ കാണുന്നത്. പലിശക്കാരൻ അങ്ങോട്ട് ബാഗും തൂക്കിയിട്ട് വരിക. പലിശക്കാരനെ കണ്ട ഉടനെ തന്നെ സുധിക്ക് പേടിയായി. എൻ്റെ ദൈവമേ, ഇയാളെന്താ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് എണീറ്റ് നേരെ ഓടി മുഖം മറിഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ സുധിയുടെ ബാഗ് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾക്ക് സുധിയാണെന്നിങ്ങനെ ഒരു സംശയം. അയാളങ്ങോട്ട് ചെന്നിട്ട് സുധിയല്ലേ എന്ന് പറയാം. പക്ഷേ സുധിയാണെങ്കിൽ സൗണ്ട് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുധിയല്ല എന്നവിടെ സംസാരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ആരാണ്? ഞാൻ ആരെങ്കിലും ആവട്ടെ, നിങ്ങളെന്താ അത് അന്വേഷിക്കുന്നത്? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുധിയല്ല. ആണോ? എങ്കിൽ പിന്നെ ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷേ സുധിയെ വിടാനുള്ള മട്ടില്ല. അപ്പോൾ സുധി വിചാരിച്ചു ഇയാൾ പോയെന്ന് വെച്ച് തിരുമണ്ടൻ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു എന്ന് പറഞ്ഞു തീരേണ്ട താമസം തന്നെ ഇയാൾ നേരെ മുന്നിൽ, എടാ സുധി, നീ എന്താ വിചാരിച്ചത്? എന്നെ പറ്റിക്കാവുന്നടാ? എടാ, നീ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്നെ പറ്റിച്ചപ്പോൾ മുങ്ങാന്ന് വിചാരിച്ചു. എൻ്റെ പണോടെടാ, എൻ്റെ പൈസ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. അയ്യോ ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല ഏട്ടാ. നിൻ്റെ പൈസ ഇല്ലെന്നോ? ശരി, ആയിക്കോട്ടെ. എങ്കിലും നീ ഹോട്ടലിലല്ലേ ജോലി ചെയ്യുന്നത്. നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് ഫുഡ് ഓർഡർ എടുക്ക്. നീ എടുക്ക് പെട്ടെന്ന്. ആണോ? ശരി, എങ്കിൽ പിന്നെ ഞാൻ എടുക്കാം. അങ്ങനെ അവിടെയുള്ള എല്ലാ സകല സ്പെഷ്യൽ ഫുഡുകളും മുഴുവനും ഇയാൾ ഓർഡർ ചെയ്യുക. സുധി അത് എടുത്ത് കൊടുക്കുകയാണ്. ദൈവം, ഇയാളെന്തിനാണ് ഇതൊക്കെ തിരുന്നത്? പിന്നെ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ ഫുഡുകളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രുചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിൽ ഫുഡെല്ലാം രുചിച്ച് നോക്കുക. എൻ്റെ ദൈവമേ, ഇതിവിടുത്തെ സ്പെഷ്യലാണല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്തായാലും അടിപൊളി ഫുഡ്. അങ്ങനെ അത് മുഴുവനും ഇയാൾ തിന്ന് തീർക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. ഇനിയേ എനിക്ക് ഇത്രയും ഫുഡ് എടുത്തല്ലോ, അത്രയും ഫുഡ് തന്നെ വീണ്ടും എടുക്കണം. വീണ്ടും ഇത്രയും ഫുഡ് തന്നെയോ? അതെ, ഇത്രയും ഫുഡ് തന്നെ വീണ്ടും എടുക്കണം. എനിക്കല്ല, എൻ്റെ ഭാര്യയ്ക്കാ. ഇതെല്ലാം പാഴ്സലാക്കി കൊണ്ടുവരാം. പറഞ്ഞ കേട്ടില്ലേടാ നീ? പെട്ടെന്ന് എടുക്കടാ എന്ന് പറയുമ്പോൾ സുധി അതെല്ലാം പെട്ടെന്ന് എടുക്കുക. സുധി എല്ലാം പെട്ടെന്ന് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട് ചേട്ടാ. ചേട്ടൻ പറഞ്ഞ ഫുഡുകൾ മുഴുവനും ഉണ്ട്. ചേട്ടാ, ഇതിൻ്റെ ബില്ല് എത്രയാ? അത് പിന്നെ 1000 രൂപ. ആണോ? 1000 രൂപയായുള്ളോ? എങ്കിലൊരു കാര്യം ചെയ്, ഈ 1000 രൂപ നീ കൊടുത്താൽ മതി. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? 1000 രൂപ ഞാൻ കൊടുക്കാനോ?
നീ കൊടുത്താൽ മതി. നീ ഏതായാലും എനിക്ക് പൈസ തരാനുണ്ടല്ലോ. നിന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടാൻ പോകണില്ല എന്ന് എനിക്ക് മനസ്സിലായി സുധി. അതുകൊണ്ട് നീ പൈസ മുഴുവനും കൊടുത്തേക്കണം. അങ്ങനെ ഇയാളാണെങ്കിൽ ആ പലിശക്കാരനെ ഓണറെടുത്തെന്ന് പറയുക, ദേ ഇവൻ ഞാൻ കഴിച്ച ഫുഡിൻ്റെ പൈസ മുഴുവനും തരും, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും, സാറേ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു സാറേ എന്ന് ഓണറോട് പറയുകയാണ്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ നിനക്ക് മാസശമ്പളം ഉണ്ടാവില്ല. മാസശമ്പളം ഉണ്ടാവില്ലെന്നോ? സാർ എന്തൊക്കെയാണ് പറയുന്നത്? ഏതായാലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് പോവുകയാണ്. സുധീക്കാണെങ്കിൽ ആകെ സങ്കടം. പിന്നീട് കാണിക്കുന്നത് രവി ആണെങ്കിൽ ആകെ ക്ഷീണിതനായിട്ട് ആ സെറ്റിലിങ്ങനെ കിടക്കുക. സെറ്റിലിങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്ര വന്നിട്ട്, എന്താണ് നിങ്ങൾ ഭയങ്കര ക്ഷീണിതനായിട്ട് കിടക്കുകയാണല്ലോ, എന്തു പറ്റി? അല്ല, നിങ്ങൾ അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ അമ്മ എന്തൊക്കെ പറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് പോകല്ലേ എന്ന്. എന്തേ, നിങ്ങൾ അവളുടെ അമ്മയ്ക്ക് വല്ല പൈസയും കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അവളത് 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടും ഉണ്ടാവും. അങ്ങനെ കുറേ നാണം കെട്ട വർഗ്ഗങ്ങളാ ആ വീട്ടിലുള്ളത്. അപ്പം രേവതി ഇതെല്ലാം കേൾക്കുകയാണ്. നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന പൈസ കൊടുക്കാനായിട്ട് രേവതി സമ്പാദിക്കുന്നുണ്ടല്ലോ, അവൾ കൊടുക്കട്ടെ പൈസ, അല്ലെങ്കിലും അവൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോഴേക്കും നമ്മുടെ രവി പറയുക, ചന്ദ്രേ നീ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയരുത്. ശരിയാണ് നീ പറഞ്ഞത്, ഞാൻ അവർക്ക് പൈസ കൊടുത്തായിരുന്നു, പക്ഷേ അവർ മേടിച്ചില്ല. രേവതിയുടെ അമ്മ പറഞ്ഞത് രേവതിയുടെ അമ്മയ്ക്ക് പൈസയൊന്നും വേണ്ടെന്നാ. നീ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയരുത് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നോക്കുമ്പോൾ രേവതി നിൽക്കുന്നു. അപ്പോൾ രേവതി അവരുടെ അടുത്തേക്ക് വന്നിട്ട്, അച്ഛൻ ക്ഷമിക്കണോ അച്ഛാ, അമ്മ അനാവശ്യമായ കാര്യങ്ങൾ മുഴുവനാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. മനസ്സിലെ സങ്കടം കൊണ്ടാണ് അച്ഛാ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും. എനിക്കറിയാം മോളെ രേവതി, അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. നീ സമാധാനപ്പെട്. അമ്മയുടെ മനസ്സിലെ സങ്കടം കൊണ്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്ര വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് അവരുടെ വായിരിക്കാനൊക്കെ കേൾക്കാൻ പോയത്? അതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരുത്തൻ നിങ്ങളുടെ മകൻ, അവനാണെങ്കിൽ നാട്ടുകാരൻ മുഴുവനും കൈയും കാലൊക്കെ തല്ലി ഓടിക്കുകയാണ്. ഇവളുടെ അനിയനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല, മഹാകള്ളനല്ലേ, പേരും കള്ളൻ. ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കും ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ രവി പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചന്ദ്രയാണെങ്കിൽ രേവതിക്ക് നേരെ കയർന്ന് സംസാരിക്കുകയാണ്. എടീ, നിനക്ക് നാണമുണ്ടോ? നിൻ്റെ കുടുംബം എന്തിനാണ് ഞങ്ങളെ ആശ്രയിച്ചിങ്ങനെ കഴിയുന്നത്? പൈസ കൊടുക്കുമ്പോൾ അവൻ്റെ അമ്മ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു, നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയെ ഒരുപാടിട്ടിങ്ങനെ അപമാനിക്കുകയാണ്. പക്ഷേ രേവതി തിരിച്ചൊരു മറുപടി പോലും പറഞ്ഞില്ല. പിന്നീട് സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ രവി. എന്താ അച്ഛനെന്താ കാണണമെന്ന് പറഞ്ഞത്? അച്ഛനെന്താ സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ, എന്തിനാ അച്ഛാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പറയാനുണ്ട് സച്ചി, ഞാനേ ഇന്ന് രേവതിയുടെ വീട്ടിൽ പോയായിരുന്നു. എന്തിനാ അങ്ങോട്ടൊക്കെ പോയത്? പിന്നെ രേവതിയുടെ അമ്മ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അവരെന്നെ പറയാത്തതൊന്നുമില്ല. എന്തിനാണ് നിന്നെ അങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുന്നത്? നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവനാണ് എൻ്റെ മോളെ, ഇനി അവൻ്റെ കൂടെ എങ്ങനെ ജീവിപ്പിക്കും എന്നൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത്. അച്ഛാ, എൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല അച്ഛാ, അവരുടെ വീട്ടിൽ പോയി അച്ഛൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാത്തിനും കാരണം നീയാണ് സച്ചി. നീ എന്തിനാ ചെറുക്കൻ്റെ കൈ തല്ലി ഒടിച്ചത്? അവരുടെ ആശ്രയമല്ലേ ആ ഒരു മകൻ. എന്നിട്ട് നീ ചെയ്തു കൂട്ടിയത് എന്താണ്? നീ കാരണമാണ് എനിക്ക് അവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്. അവർ പറയുന്ന ഓരോ മറുപടിക്കും എനിക്ക് തിരിച്ചു മറുപടി പറയാനൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രവി ഇങ്ങനെ ഉപദേശിക്കുകയാണ്. അച്ഛാ, വേണ്ടായിരുന്നു അച്ഛാ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അവൻ ചെയ്ത കൂട്ടിയ കാര്യങ്ങളൊന്നും അച്ഛൻ അറിയാൻ പാടാത്ത കൊണ്ടാണ്. എന്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ? അങ്ങനെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീയാ അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അല്ല അച്ഛാ, ഞാനല്ല അച്ഛാ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത്. സച്ചി, ഞാനൊരു കാര്യം പറയാം സച്ചി, രേവതി നല്ലൊരു കുട്ടിയാണ്. നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ് രേവതി. രേവതി ഒരു പാവോടാ. എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ രേവതി? എന്നിട്ട് അവളുടെ കുടുംബത്തിൽ കയറി നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? നമ്മളല്ലാതെ അവൾക്ക് ആരാടാ ഉള്ളത്? അവളുടെ കുടുംബത്തിന് ആരാ ഉള്ളത്? ഇപ്പോൾ അവൾ ഭയങ്കര സങ്കടത്തിലാണ്. നീ അതൊക്കെ ചിന്തിക്കണം സച്ചി. അച്ഛാ, അതല്ല അച്ഛാ,
ഞാൻ വെറുതെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ചെയ്തത് കൂട്ടിയത് എന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുക്കുക. പെട്ടെന്ന് സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രേവതി പുറത്തു നിന്നതെല്ലാം കേൾക്കുകയാണ്. അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അതൊന്ന് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ രവി ചോദിക്കണം, എന്താടാ നീ പറയാൻ ഉദ്ദേശിച്ചത്? അവനെന്താ ചെയ്തു കൂട്ടിയത്? പറയടാ, എന്താണെന്ന് വെച്ചാൽ പറയാൻ. അപ്പോഴേക്കും രേവതിക്ക് മനസ്സിലായി രേവതി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയില്ല എന്ന്. അങ്ങനെ രേവതി അവിടെ നിന്ന് പതുക്കെ മാറുകയാണ്. അപ്പോൾ സച്ചിയോട് വീണ്ടും നമ്മുടെ രവി ചോദിക്കുകയാണ്, നീ പറ, അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അത് പറയാതെ നിന്നെ ഞാനിവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. അതെ, ഏതായാലും എനിക്കൊരു കാര്യം മനസ്സിലായി സച്ചി, ആ ആൻ്റണിയും അവനും തമ്മിലുള്ള സൗഹൃദം അറിയാം. പക്ഷേ അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് നീ അവനെ തല്ലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നീ ഒരു തെറ്റ് കാണാതെ അവനെ ശിക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ അച്ഛനറിയാലോ അച്ഛാ, ഇതേ അച്ഛമ്മയും അതേപോലെ തന്നെ അച്ഛനും എന്നെ പഠിപ്പിച്ചൊക്കെ എന്താ, തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരെ പ്രതികരിക്കണമെന്ന്. എനിക്ക് ആ കാര്യങ്ങളെ അനുസരിക്കാനായിട്ട് പറ്റുള്ളൂ അച്ഛാ. അതുകൊണ്ടാണ് അവൻ തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രതികരിച്ചത്, അങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് ഇത്രയും മാത്രം പറയാനുള്ള അച്ഛാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവനും അവനാണ്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രേവതി അവിടെ നിൽക്കുന്നത് നമ്മുടെ സച്ചി കാണുകയാണ്. രേവതിക്കത് ഭയങ്കര ഒരു സങ്കടമായി. സച്ചിക്ക് കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ രവി നേരെ ഇറങ്ങിച്ചെന്ന് രേവതിയോട് സംസാരിക്കുകയാണ്. മോളെ രേവതി, അവൻ പറയുന്നൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. അവനൊരു നിഷ്കളങ്കനാണ്, കുട്ടികളുടെ മനസ്സാണ്. അവൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. നിന്നെ വലിയ ഇഷ്ടമാണ്. നീ ഇല്ലാതെ അവന് ജീവിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് നീറുന്നുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത്. അതെന്താണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവനാണെങ്കിൽ എൻ്റെ മുന്നിൽ മനസ്സ് തുറക്കുന്നുമില്ല മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും സാരമില്ല അച്ഛാ, എല്ലാം ശരിയാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സച്ചിയേട്ടന് ആകെ ആൾ മാറിപ്പോയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രവിക്കാകെ സങ്കടം. അങ്ങനെ കുറേ ലേറ്റായി കഴിഞ്ഞ് നമ്മുടെ ശ്രുതി ജോലിയൊക്കെ കഴിഞ്ഞ് വരിക. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി ലേറ്റായത്? ഇത്രയും ലേറ്റായല്ലോ, ഇത്രയും മാത്രം ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നോ? അതെ, ഇന്ന് കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ശ്രുതി കയറിയപ്പോൾ തന്നെ ശ്രുതിയെ കുറേ ജോലികൾ ഏൽപ്പിക്കാനായിട്ട് തുടങ്ങിയല്ലേ? ശരിയാ, എനിക്ക് കുറേ ജോലികൾ ഏൽപ്പിക്കാനായിട്ട് തുടങ്ങി. എന്നാലും 6 മണി വരെയല്ലേ ഏതൊരു ഓഫീസും ഉണ്ടാവുകയുള്ളൂ. പിന്നെന്താണ് ഇത്രയും ലേറ്റായത്? അത് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എണീക്കണ്ടേ? എന്താ ശ്രുതി എന്താ പറഞ്ഞത്? എല്ലാവരും ഭക്ഷണം കഴിച്ച് എണീക്കണ്ടേന്നാ? അതല്ല, അത് പിന്നെ എല്ലാവരും പോകാൻ വേണ്ടി കാത്തിരുന്ന മനസമാധാനത്തോടെ ജോലി ചെയ്യാനേ, അതാ ഉദ്ദേശിച്ചത്. ജോലികൾ മുഴുവനും ചെയ്ത് തീർത്തില്ലെങ്കിലേ അവിടുത്തെ ഓണർ വഴക്ക് പറയും. ഓണറോ? അല്ല, ഓണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MD എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. MD ആണല്ലോ ഓണറാണല്ലോ MD എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ എൻ്റെ ദൈവമേ എല്ലാം കയ്യിൽ നിന്ന് പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ആകെ ടെൻഷൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സി അഗെയിൻ. ബൈ.